പോവുകയില്ല. ഇന്നോടത്തെ മന്ത്രമുണ്ട്, അത് നമ്മുടെ മന്ത്രവാദികളുണ്ട് തെളിപ്പോകുന്നതല്ല. മന്ത്രം അംഗീകരിച്ചിട്ട് നമ്മൾ ആരും മന്ത്രം ചെയ്തിരിക്കുന്നില്ല. അത് പ്രാർത്ഥനയാണ്, ശിർക്കില്ലാത്ത മന്ത്രമാവാം. പക്ഷേ ഒരാൾ ധാരാളം മന്ത്രവാദി ചെയ്തിരിക്കുകയാണെങ്കിൽ അയാൾക്ക് എന്തോ മന്ത്രത്തിൽ അദൃശ്യമായ അവസരമായ കഴിവുണ്ട് എന്നുള്ള ആ വിശ്വാസത്തിനാണ് പോകുന്നത്. അതുകൊണ്ടാണ് മന്ത്രവാദികൾ തെളിപ്പോവുകയില്ല എന്ന് പറഞ്ഞത്. അവനവൻ മന്ത്രിക്കാം, അവനാ താഴെ നമ്മൾ മന്ത്രിച്ചു കൊടുക്കാം. പക്ഷെ മന്ത്രവാദി ഈ ചൂരലുമായി ഇന്നടക്കാൻ എത്താണ്ടിരിക്കുന്നാൽ അത് എന്തോ ഒരു അഭൗതികമായ അദൃശ്യമായ ശക്തിയായ വിശ്വാസത്തിലാണ്. അത് യഥാർത്ഥത്തിൽ തൗഹീദിനാണ്. ഈ തവക്കൽ, ആ തവക്കലാണ് നമുക്ക് വേണ്ടത്. ആ നിലയ്ക്ക് നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തോ ആ ചെയ്ത കാര്യങ്ങൾ പ്രവർത്തിച്ച് റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ അതാണ് ഇബാദത്ത്. ഇതൊന്നും ചെയ്യാറില്ല എന്നുകൊണ്ട് അല്ലാഹു തആല നിഷ്ക്രിയയായിരുന്നാൽ അതാണ് തവക്കൽ. അങ്ങനെയുള്ള ശരിയായ ഇബാദത്തും പ്രാർത്ഥനയും ശരിയായ തവക്കലുമായി ഈ പ്രബോധനത്തിൽ പോകാൻ നാം ശ്രമിക്കുക. അതിന് കൂട്ടായ്മയാണ് ഈ സംഘടനാ പ്രവർത്തനം. ആരുടെ സ്ഥാനങ്ങൾക്ക് വേണ്ടിയല്ല, നേതൃത്വത്തിന് വേണ്ടിയല്ല. ആ കൂട്ടായ ഒരു ആധുനിക രൂപത്തിലുള്ള പ്രബോധന ശൈലി സ്വീകരിക്കാനുള്ള ഒരു മുസാഫയുടെ വേദി. അങ്ങനെ തന്നെ നമ്മുടെ പ്രസ്ഥാനത്തിൽ ഉയർത്തുവാൻ ഈ നവയാഥാർത്ഥ്യത്തിന്റെ കോളുകളിനെ ഒരിക്കലും അനുവദിക്കാതെ അതിന് തെളിഞ്ഞാണ് കേരളത്തിലെ ഈ പ്രസ്ഥാനം, ഈ സത്യപ്രസ്ഥാനം. അതിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങൾ നിഷ്ക്രിയരായിരിക്കാതെ നമ്മുടെ ബാധ്യത നിർവഹിക്കണം. നമ്മുടെ അമാനത്ത് നമ്മുടെ കയ്യിൽ നമ്മളുണ്ട് എന്ന് മനസ്സിലാക്കണം. അള്ളാഹു ഉത്തരം പറയുന്നു. അതുകൊണ്ട് ആ ഉത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിക്കണമെന്ന് എല്ലാ പ്രവർത്തകന്മാരെയും സകല പ്രവർത്തകന്മാരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പുണ്യകവിയിൽ സംഗമം ഒരു സാലിഹായ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വസലാമുൻ അലൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യാഥാസ്ഥിതിക്കിടയിൽ തടവപ്പെടുത്തത്തിൽ തകർന്നു പോകും തൗഹീദി ആദർശം എന്ന മനപ്രയാസമുണ്ടെന്ന് യാഥാസ്ഥിതികളെ പഴയകാല പോരാട്ട വേദികളുടെ ആവേശം പുറത്തെടുത്ത് ധീരരായ യുവപണ്ഡിതന്മാർ ദൗത്യം ഇനിയും കരുത്തോടെ ഏറ്റെടുക്കുമെന്ന് ധീരതയോടെ പ്രഖ്യാപിച്ച ആദർശ പ്രസ്ഥാനത്തിന്റെ മുഖ്യ കാര്യദർശി ആദരണീയ പണ്ഡിതൻ CP ഉമർ സാഹിബിക്ക് സംഘാടകർ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. തുടർന്ന് ISM മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ഷാക്കിർ ബാബു കുരിയിൽ സംസാരിക്കും. അദ്ദേഹത്തെ ആദരവോടെ Alhamdulillah rabbil alamin wal 'aqibatu lil muttaqin wala 'udwana illa 'alal zalimin. ആദരണീയരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇസ്ലാമിക ഗവൺമെന്റിന്റെ ഭൂപടത്തിൽ നിന്നും AP പക്ഷം മുജാഹിദുകൾ നീക്കം ചെയ്യപ്പെട്ടിരിക്കുകയും ഇസ്ലാമിൽ കേരളത്തിന്റെ ഭൂമിയിൽ ഉള്ള ഇടം നമ്മുടെ മാത്രമാണെന്നും ആദർശ വിശ്വസിക്കും സാംസ്കാരിക വിശ്വസിക്കുള്ള ആദർശ പ്രസ്ഥാനം നമ്മൾ മാത്രമാണെന്നും കേരളീയ സമൂഹത്തെ കൂടുതൽ ബോധ്യപ്പെടുത്തുന്ന സംഭവ വികാസങ്ങൾ അനുദിനം നാം കണ്ണുകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ച പോലെ പടച്ചവനെ കൂടുതൽ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നതാണ് നമ്മിൽ അർപ്പിതമായ കർത്തവ്യം. ISMനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒക്ടോബർ 2 സമാപിച്ച കൗൺസിൽ സന്തോഷകരമായ വാർത്തകളാണ് നമുക്ക് മുന്നിൽ സമർപ്പിക്കുന്നത്. കഴിഞ്ഞ ടേമിനേക്കാളും പ്രവർത്തകരും കഴിഞ്ഞ ടേമിനേക്കാളും ശാഖകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അനുകൂലമായ ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ സന്ദർഭം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഡിസംബറിൽ നടക്കുന്ന ഐതിഹാസികമായ
കേരള സംസ്ഥാന യുവജന സമ്മേളനത്തിന് വേണ്ടി നാം രംഗത്തിറങ്ങുക എന്ന് മാത്രമാണ് സൂചിപ്പിക്കാറുള്ളത്. പ്രവർത്തനങ്ങൾ കൊണ്ടും പ്രമേയങ്ങൾ കൊണ്ടുമാണ് കേരളീയ സമൂഹത്തിൽ നാം മറുപടി കൊടുക്കേണ്ടത്. ആത്മാർത്ഥമായി ആദർശ പ്രതിബദ്ധതയിൽ ഊന്നിക്കൊണ്ട് പ്രവർത്തിച്ചാൽ അനുകൂലമായ സാഹചര്യമുണ്ടാവുകയും പടച്ചറപ്പിന്റെ സഹായങ്ങളും അനുകൂല സന്ദർഭങ്ങളും ഇനിയും നമുക്ക് മുമ്പിൽ സംജാതമാവുകയും ചെയ്യും എന്ന് മനസ്സിലാക്കി പടച്ചറപ്പിന്റെ മാർഗത്തിൽ തൗഹീദി പ്രബോധന രംഗത്ത് ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ നാം പ്രതിജ്ഞ കൊടുക്കുക. അതിന് ഇന്ന് നടക്കുന്ന പരിപാടി ഒരു ആവേശമാവട്ടെ, ഒരു ഊർജ്ജമാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അള്ളാഹുവിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ISS പ്രസിഡന്റിന് നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്ന് MSS ജില്ലാ സെക്രട്ടറി അഷ്റഫ് ആശംസകൾ നൽകുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. വേദിയിലും സദസ്സിലുമുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാരെ, മഹത് വ്യക്തിത്വങ്ങളെ, നേതാക്കളെ, ഒരു ആദർശ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് MSM ക്യാമ്പസുകൾക്കിടയിൽ 4 പതിറ്റാണ്ടിലേറെ കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദർശപരമായ അടിത്തറയുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സഹഘടകമായി MSM ഇത്രയും കാലം പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനേക്കാൾ കഠിനമായി ക്യാമ്പസുകളിലേക്ക് കടന്നു വരേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ MSM അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ജിന്ന് പരത്തുന്ന രോഗങ്ങളും രോഗം പരത്തുന്ന ജിന്നുകളും പ്രൊഫഷണൽ ക്യാമ്പസുകളുടെ അകത്തലങ്ങളിലേക്ക് വരെ കയറി വന്നിട്ടുണ്ട് എന്നതിന്റെ വ്യക്തമായ ചിത്രങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മുക്കത്തെ KMCT മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന MBBS പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ മാസങ്ങൾക്ക് മുമ്പ് ജിന്ന് അടിച്ചിറക്കിയ ഒരു വാർത്ത നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും. ഇസ്ലാമിക് പ്രസ്ഥാനം അതിന്റെ സുദീർഘമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ചരിത്രത്തിൽ ഒളിച്ചുകൂടിയിട്ടുള്ള ജിന്ന് ചികിത്സയെ വീണ്ടും കുഴി തോണ്ടിയെടുത്ത് പ്രൊഫഷണൽ ക്യാമ്പസുകൾക്കകത്ത് പോലും മാറ്റി പ്രചരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത് സംഘടനാപരമായ ഒരു ആവശ്യത്തിന് വേണ്ടി കുറ്റിപ്പുറം MBS എഞ്ചിനീയറിംഗ് കോളേജിൽ സന്ദർശിച്ച സന്ദർഭത്തിൽ അവിടെയുള്ള സ്റ്റുഡൻസ് ഹോസ്റ്റലിന്റെ ലൈബ്രറിയിൽ കണ്ട ഒരു പുസ്തകം മുസ്ലിം ജിന്നുമായി ഒരു സംസാരം എന്നതാണ്. വിശുദ്ധ ഖുർആനിലെ വചനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും വളരെ വളരെ തന്ത്രപൂർവ്വം പലയിടങ്ങളിലായി ഫിറ്റ് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികളുടെ മനസ്സിൽ വിഷലിപ്തമായ ആശയങ്ങളെ കുത്തിനിറക്കുന്ന തരത്തിലുള്ള പുസ്തകങ്ങളും പ്രസിദ്ധീകരണങ്ങളും പ്രസംഗങ്ങളും വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊറിയയിലുള്ള 17 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ കൂടിയ ബോംബെക്കാരനായ ഒരു ക്രിസ്ത്യൻ ജിന്ന്, ആ ജിന്നിനെ ഈജിപ്തിലെ ഒരു ഷെയ്ഖിന്റെ മുമ്പിൽ കൊണ്ടുപോയി ആ പെൺകുട്ടിയുടെ അകത്തുള്ള ജിന്നിനോട് സംസാരിക്കുകയും ജിന്ന് ക്രിസ്ത്യൻ ജിന്ന് ഇസ്ലാം സ്വീകരിക്കുകയും പിന്നീട് ആ ജിന്നുമായുള്ള ഒരു സംസാരവുമാണ് പുസ്തകത്തിലെ പ്രമേയം. അതിലെ ജിന്നിനോട് സംസാരിക്കുന്നതിൽ ജിന്നിനോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ചെരുപ്പ് ധരിച്ചിട്ടുണ്ടോ? ജിന്ന് പറയുന്നത്, മുസ്ലിമായ ജിന്ന് പറയുന്നത്, അതെ ഞാൻ ചെരുപ്പ് ധരിച്ചിട്ടുണ്ട്, അൽഹംദുലില്ലാഹ് എന്റെ 2 കാലിലും ചെരുപ്പുണ്ട്. പക്ഷേ പിശാചുകളുടെ അമുസ്ലിം ജിന്നുകളുടെ ഒറ്റ കാലിൽ മാത്രമാണ് ചെരുപ്പുള്ളത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ്, നിങ്ങൾ ഒറ്റക്കാലിൽ ചെരുപ്പ് ധരിക്കരുത്, തീർച്ചയായും പിശാച് ഒറ്റക്കാലിൽ ചെരുപ്പ് ധരിക്കുന്നു എന്ന ആശയമുള്ള ആ വചനം അവിടെ ഫിറ്റ് ചെയ്ത് ഇങ്ങനെ വിദ്യാർത്ഥികളുടെ മനസ്സുകളിലേക്ക് വളരെ ആസൂത്രിതമായ രൂപത്തിൽ
ഐസക് അത് ഈ സദസ്സിന്റെ സജീവമായ ഓർമ്മയിലേക്കും ശ്രദ്ധയിലേക്കും കൊണ്ടുവരികയാണ്. അതുപോലെ നവംബർ 3-4 തീയതികളിൽ എറണാകുളം രാജേന്ദ്ര മൈതാനിയിൽ നടക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഗ്രസിലേക്കും ഇതിന്റെ വിജയവുമായി ബന്ധപ്പെട്ട എല്ലാ രംഗങ്ങളിലും നമ്മളുടെ വിദ്യാർത്ഥികളുടെയും മുതിർന്നവരുടെയും സജീവമായ എല്ലാ രൂപത്തിലുമുള്ള ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നൽകിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജില്ലാ സെക്രട്ടറി അഷ്റഫ് നിലമ്പൂരിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. നവോത്ഥാനങ്ങൾ അതുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന സമൂഹത്തിൽ ഒപ്പം നടന്ന് കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരാനുള്ള പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യം കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ മുന്നേറ്റത്തിലേക്കും ഇന്ത്യൻ മുസ്ലിങ്ങളെ മുഴുവൻ കൊണ്ടുചേർന്നവരായുള്ള ത്യാഗപൂർവമായ സേവനം സുന്ദരകുമാർ നിർവഹിച്ചുകൊള്ളുന്ന ഇന്ത്യൻ ഇസ്ലാമിക് മൂവ്മെന്റിന്റെ ആദരണീയനായ ജനറൽ സെക്രട്ടറി ബഹുമാന്യ ഡോക്ടർ ഹുസൈൻ സാഹിബ് ഈ മഹാസംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, ഇസ്ലാമിക് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരെ, സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, കേരളം മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടത്തുന്ന ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇസ്ലാമികമായ കാര്യങ്ങൾ പറയുകയും കേൾക്കുകയും ചെയ്യുക എന്നത് പുണ്യകരമായ ഒരു കാര്യമാണ്. ഇസ്ലാമിക കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി മുസ്ലിങ്ങൾ വിവിധ കാലഘട്ടങ്ങളിൽ ചില പ്രസ്ഥാനങ്ങളും സംഘടനകളും രൂപീകരിച്ചിട്ടുണ്ട്. ചില പ്രത്യേക ആശയങ്ങൾ വേണ്ടി ഒരുമിച്ചു കൂടുന്നവരും ചില പ്രത്യേക വിഷയങ്ങൾക്ക് വേണ്ടി സംഘടിച്ചവരും ആ കൂട്ടത്തിലുണ്ട്. ഇസ്ലാമിക സംഘടനകൾ എങ്ങനെ പ്രവർത്തിക്കണമെന്നും എന്താണ് ഇസ്ലാമിക സംഘടനകളുടെ അടിസ്ഥാനമെന്നും മനസ്സിലാക്കി പോന്ന നല്ല കാര്യങ്ങളിൽ മുസ്ലിങ്ങൾക്ക് ആ സംഘടനകളിലും പ്രസ്ഥാനങ്ങളിലും ആശയപരമായ വ്യത്യാസങ്ങളിലും വലിയ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ അതിനെ സംബന്ധിച്ച് സൂചനയുണ്ട്. മനുഷ്യന്റെ ഭാഷയും മനുഷ്യന്റെ നിറവും വ്യത്യസ്തമായത് അല്ലാഹുവിന്റെ അത്ഭുതകരമായ സൃഷ്ടിപ്പിന്റെ അടിസ്ഥാനമായി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആളുകൾ മനുഷ്യൻ ഭിന്നിപ്പിച്ചു പിന്നെ അഭിപ്രായ വ്യത്യാസത്തിലായിരിക്കും എന്ന ഒരു പ്രസ്താവനയും ഖുർആനിലുണ്ട്. ആളുകളെ അവരുടെ ബുദ്ധിയും അവരുടെ അറിവും ഓരോരുത്തരും അംഗീകരിച്ചു കൊടുക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസത്തിന് പഴുത് ഉള്ളതാണ്. ഇസ്ലാമിക സംഘടന എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല ഇസ്ലാം. ഇസ്ലാം എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രത്യേക സംഘടനയോ ഒരു പാർട്ടിയോ ആണ് എന്ന് ചിലർ തെറ്റിദ്ധരിച്ചു പോയതും ഇസ്ലാമിക പ്രസ്ഥാന പ്രവർത്തന രംഗങ്ങളിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പാർട്ടിക്ക് വേണ്ടി ഒരു പാർട്ടി എന്നോ പാർട്ടി എന്നാൽ ഇസ്ലാം എന്നോ ഇസ്ലാം എന്നാൽ സംഘടനയെന്നോ ഒക്കെയുള്ള ചില വ്യാഖ്യാനങ്ങളും ചില വിശദീകരണങ്ങളും ഇടക്കാലത്ത് വന്നതാണ് മുസ്ലിം സമൂഹത്തിൽ പ്രശ്നങ്ങൾ രൂക്ഷമാക്കിയത്. സഹാബിമാർക്കിടയിൽ വളരെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ചിലപ്പോൾ ഹറാമും ഹലാലും പോലും അത്തരം വ്യത്യാസങ്ങൾ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യാഖ്യാനപരമായിരുന്നു. ചിലത് ഹദീസുകളുടെ ലഭ്യതകളുടെ വ്യത്യാസമനുസരിച്ചും ലഭിച്ച ഹദീസുകളുടെ സ്ഥിരീകരണ വ്യത്യാസമനുസരിച്ചും
ഒരു വാക്കിന് വ്യത്യസ്ത അർത്ഥം പറയാനുള്ള സാധ്യതകൾ പരിഗണിച്ചുമൊക്കെയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിൽ വളരെ ഗുരുതരമായ അഭിപ്രായ വ്യത്യാസങ്ങളും തുലാം ചെറുതായ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നു. ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ഷിയാക്കളും സുന്നികളും എന്ന പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. പിന്നീട് ചില രാഷ്ട്രീയ നീക്കങ്ങളും രാഷ്ട്രീയ വ്യാഖ്യാനങ്ങളും വന്നപ്പോൾ മറ്റു ചില പ്രശ്നങ്ങളുണ്ടായി. ഭരണകൂടം പലപ്പോഴും ഖലീഫമാർ ഏതെങ്കിലും ഒരു പ്രത്യേക ചിന്താധാരയെ പിന്തുണച്ചപ്പോൾ മറുവിഭാഗത്തിന്റെ പ്രശ്നങ്ങളുണ്ടായി. അക്കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന പല തർക്കങ്ങളും ഇപ്പോൾ പ്രസക്തമല്ലതാണ്. ഇന്നത് ചർച്ച ചെയ്യപ്പെടുകയില്ല. ഇസ്ലാമിലെ അവാന്തര വിഭാഗങ്ങളെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടി തികച്ചും അക്കാദമികമായ ഒരു രൂപത്തിലാണ് മുൻകാല സംഘങ്ങളെ കുറിച്ചും പ്രസ്ഥാനങ്ങളെ കുറിച്ചും ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. ഖൽഖുൽ ഖുർആൻ എന്ന പേരിൽ ഖുർആൻ സൃഷ്ടിയാണോ സർക്കാരിന്റെ സിഫത്തെങ്ങനെ സൃഷ്ടിയാണോ എന്നൊക്കെയുള്ള ചർച്ചകളിൽ ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ പോലുള്ള മഹാപണ്ഡിതന്മാർ ഏറെ പ്രയാസപ്പെട്ടു പോയിട്ടുണ്ട്. ഫിലോസഫി പ്രത്യേകമായി ഒരു രൂപം പ്രാപിച്ച സന്ദർഭത്തിൽ മുസ്ലിം പണ്ഡിതന്മാരിൽ ചില ആളുകൾ ഫിലോസഫർമാരായി മാറിയ അനുഭവം. ഇമാം ഇബ്നു റുഷ്ദിനെ പോലുള്ള വലിയ പണ്ഡിതന്മാർ ആ നിലയിൽ പോയപ്പോൾ ഇമാം ഗസാലിയെ പോലുള്ള പണ്ഡിതന്മാർ അതിനെതിരെ ശക്തമായ ലേഖനങ്ങളും ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട്. മദ്ഹബിന്റെ ഇമാമുകൾക്കിടയിൽ ഫിഖ്ഹി വിഷയങ്ങളിൽ വമ്പിച്ച അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അഖീദയിലും പല അഭിപ്രായ വ്യത്യാസങ്ങളും അശ്അരിമാർക്കിടയിൽ അങ്ങനെയുള്ള സംഘങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഒരു ഖുർആൻ സുന്നത്തും അനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കരണീയമായിട്ടുള്ള ഒരു രീതിയാണ് കേരള നേതൃത്വ മുജാഹിദീൻ ആദ്യകാലം മുതൽക്കേ സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. എനിക്ക് ശരിയായി തോന്നുന്ന ഒരു കാര്യം എന്റെ പഠനത്തിന്റെയും ചിന്തയുടെയും അടിസ്ഥാനത്തിലാണ്. അതെനിക്ക് ശരിയാണെന്ന് വിശ്വാസവുമുണ്ട്. ഞാനത് പ്രചരിപ്പിക്കുകയും ചെയ്യും. പക്ഷേ ഇത് തെറ്റാണ് എന്ന് വിശ്വസിക്കാനുള്ള മറ്റൊരുത്തന്റെ സ്വാതന്ത്ര്യം അത് അനുവദിച്ചു കൊടുത്തേ മതിയാകും എന്നതാണ് മുസ്ലിം ലോകത്തെ മുൻകാല പണ്ഡിതന്മാർ ശീലിച്ചു പോന്നിട്ടുള്ള ഒരു രീതി. അതാണ് കേരളത്തിന്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ആദ്യ കാലഘട്ടം മുതൽക്കുള്ള അതിന്റെ ചരിത്രവും. ഇതിന്റെ അർത്ഥം എങ്ങനെയും ആകാം എന്നല്ല, എല്ലാം ശരിയാണ് എന്നുമല്ല. പിന്നെയോ എന്റെ പഠനവും എന്റെ അറിവും വെച്ചുകൊണ്ട് എനിക്കിതാണ് ശരിയായി തോന്നിയത്. എന്നാൽ മറ്റൊരാൾക്ക് അദ്ദേഹത്തിന്റെ പഠനവും ചിന്തയും ഗവേഷണവും അനുസരിച്ച് അദ്ദേഹത്തിന് ശരിയായി തോന്നി സ്വീകരിക്കുന്നതിന് വിരോധമില്ല. ഈ കാര്യങ്ങൾ പരസ്പരം പഠനമാകാം, ചർച്ചയാകാം, സംവാദമാകാം, കൂടുതൽ ബോധ്യപ്പെടുത്താനുള്ള വഴികളൊക്കെയാകാം. അതൊക്കെയും ശാന്തമായ ഒരു സാഹചര്യത്തിൽ മാന്യമായ നിലയിൽ കൈകാര്യം ചെയ്യുക എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആ പണ്ഡിതന്മാരുടെ സമീപനം. ഇമാം ഇബ്നു തൈമിയ്യ എഴുതിയ ഒരു വലിയ ആശയമുള്ള ഒരു കൊച്ചു പുസ്തകമുണ്ട്, റഫ്ഉൽ മലാം അൻ അഇമ്മത്തിൽ അഅ്ലാം. വലിയ മഹാപണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതിൽ ആക്ഷേപമില്ല എന്ന് സ്ഥിരപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥം. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ വെച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിധം ഹദീസുകളുടെ ലഭ്യത, ഹദീസുകളുടെ കാലം, ആദ്യം ഇറങ്ങിയ ഹദീസ്, പിന്നെ വന്നത് ഖുർആനിലുള്ള ആയത്തുകളെ പോലും അർത്ഥം മനസ്സിലാക്കുന്നതിൽ ഭാഷയിലുള്ള വ്യത്യാസം, ഹദീസ് സ്ഥിരപ്പെടുത്തുന്നതിലുള്ള വ്യത്യാസം. ഇങ്ങനെ എതിരാളികൾക്ക് അല്ലെങ്കിൽ എതിരഭിപ്രായം പറഞ്ഞവർക്ക് എന്തെങ്കിലും ഒരു ന്യായം ഉണ്ട് എന്ന് സമർത്ഥിക്കുന്നതാണ് ഇമാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹിയുടെ ആഗ്രഹം. അടുത്ത കാലത്ത് മരണപ്പെട്ട സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ അദ്ദേഹം എഴുതിയ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തുകൊണ്ട് എന്ന ഒരു കൊച്ചു കൃതിയുണ്ട്. അത് മലയാളത്തിൽ ലഭ്യമാണ്. അതിലും ഈ കാര്യം അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇഖ്തിലാഫിന്റെ ആദാബിന്റെ ഇഖ്തിലാഫ്, ഫിഖ്ഹിന്റെ ഇഖ്തിലാഫ് എന്നൊക്കെയുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ അടുത്തായി വന്നിട്ടുണ്ട്. അതൊക്കെ കുറെ സംഭവങ്ങൾ പറയുന്നു. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് അദ്ദേഹം ഈജിപ്തിൽ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒട്ടേറെ അഭിപ്രായങ്ങളെ ഈജിപ്തിൽ വന്ന ശേഷം മാറ്റി പറഞ്ഞു.
ആദ്യത്തേത് ഖദീമായ കൗലും, രണ്ടാമത്തേത് ജദീദായ കൗലും. അങ്ങനെ പറയാനുള്ള കാരണം പുതിയ സാഹചര്യമാണ്, പുതിയ സാഹചര്യത്തിന്റെ പുതിയ പ്രശ്നങ്ങളാണ്. ആ പുതിയ സാഹചര്യവും പുതിയ പ്രശ്നങ്ങളും ആദ്യത്തെ അഭിപ്രായം മാറ്റുന്നതിന് പ്രേരകമായി. മറ്റൊന്ന് ഹദീസുകൾ ലഭിച്ചതും മാനദണ്ഡങ്ങൾ വന്നിട്ടുള്ള വ്യത്യാസവും. അങ്ങനെ ഖദീമായ അഭിപ്രായം ഒഴിവാക്കി ജദീദായ അഭിപ്രായം പല മസ്അലകളിലും സ്വീകരിച്ചു. പിന്നീട് സംഭവിച്ചതോ ഇമാം നവവിയെ പോലുള്ള പിൽക്കാലത്തെ ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ കൂടുതൽ ശരിയായത് ഇമാം ഷാഫി റഹിമഹുള്ളാഹിയുടെ ഖദീമായ അഭിപ്രായമാണ്, പഴയതാണ് എന്ന് സ്ഥിരപ്പെടുത്തിയ എത്രയോ മസ്അലകൾ അത് കാണാൻ സാധിക്കും. ഞാൻ ഈ ചരിത്രം ഇപ്പോൾ ഓർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, മുസ്ലിങ്ങൾക്കിടയിൽ ഇടക്കാലത്ത് കുറച്ച് അപക്വമായ രീതിയിൽ വളർന്നു വന്ന ആളുകൾക്കിടയിൽ വന്ന ഒരു രീതി, അത് അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തുകൊണ്ടുണ്ടായി, മുൻകാല പണ്ഡിതന്മാർ എങ്ങനെ ഇത് കൈകാര്യം ചെയ്തു, അതിൽ ഏതാണ് സൂക്ഷ്മതയുള്ള ഒരു ശൈലി അല്ലെങ്കിൽ രൂപം എന്നതൊന്നും ആലോചിക്കാതെ ഓരോരുത്തരും എന്തും പറയുന്ന, വളരെ അപക്വമായും അന്യനെ സ്നേഹിക്കാതെയും മറ്റൊരുത്തന്റെ വിജ്ഞാനത്തിന് വിലമതിക്കാതെയുമുള്ള പെരുമാറ്റം, സംസാരം, സംവാദം, ലേഖനം തുടങ്ങിയത് ഇസ്ലാമിക പ്രബോധന രംഗത്തേക്ക് കടന്നു വന്നു. അതുകൊണ്ട് എല്ലാവർക്കും പ്രയാസങ്ങൾ ഉണ്ടായി, എല്ലാ നാടുകളിലും ഉണ്ടായി. അതിന്റെ ചെറിയ ഒരു പ്രശ്നമാണ് ഇടക്കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിലും ഉണ്ടായത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ദീനിനെ പ്രബോധനം ചെയ്യുവാനുള്ള ഒരു സംവിധാനമാണ്. മറ്റുള്ള പ്രസ്ഥാനങ്ങളും വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഒരു ആശയം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ഒരാൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ കഴിയും കുറെ അധികം ആളുകൾ ഉണ്ടായാൽ, അതിനൊരു സിസ്റ്റം ഉണ്ടായാൽ, സജീവമായി പ്രവർത്തിക്കുന്നവരുടെ പേരും അഡ്രസ്സും ഉണ്ടായാൽ, അതിന് നേതൃത്വം ഉണ്ടായാൽ, അതാണ് സംഘടന. അതിന്റെ പേര് നമ്മളിട്ടതാണ്, അതിന്റെ ഭരണഘടന നമ്മൾ ഉണ്ടാക്കുന്നതാണ്, അതിന്റെ തെരഞ്ഞെടുപ്പ് നയങ്ങൾ നമ്മൾ രൂപീകരിച്ചതാണ്. ഇത് ഞാൻ പറയുന്നത്, ഇസ്ലാം എന്ന് പറയുന്നതിലൊന്നും പെടാതെ ഒരു മനുഷ്യൻ ഖുർആനും സുന്നത്തും അനുസരിച്ച് തൗഹീദ് ഉൾക്കൊണ്ട് ജീവിച്ചു മരിച്ചു പോയാൽ അയാൾ മുസ്ലിം ആവില്ല എന്ന് പറയാൻ കഴിയില്ല. അയാൾ മുസ്ലിം തന്നെയാണ്, അയാൾ സ്വർഗ്ഗാവകാശിയുമാണ്. ഇത് ദീനീ പ്രബോധനത്തിനുള്ള ഒരു എളുപ്പ സംവിധാനമാണ്. ഇപ്പൊ ഇവിടെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി പെട്ടെന്ന് സംഘടിപ്പിക്കാൻ കഴിയുന്ന സംഘടനാ സിസ്റ്റം ഉള്ളതുമാണ്. അതിന്റെ അർത്ഥം ഇതല്ലാത്ത ആർക്കും ഇവിടെ പ്രവർത്തിച്ചുകൂടാ എന്നോ മറ്റുള്ള സംഘടനകൾ ചെയ്യുന്നത് 100% തെറ്റാണ് എന്നോ അല്ല. പണ്ട് വളരെ മുമ്പ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശങ്ങൾ സ്വീകരിക്കുന്ന എത്ര ആളുകളുണ്ട് കേരളത്തിൽ എന്ന് ചോദിച്ചപ്പോൾ, വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ട് അന്ന് നമ്മുടെ പണ്ഡിതനായ ബഹുമാനപ്പെട്ട എ.പി. അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞ എന്താണെന്നറിയോ? അദ്ദേഹം പറഞ്ഞു, അങ്ങനെ പറയാൻ കഴിയില്ല. മുജാഹിദ് പ്രസ്ഥാനം ഏതൊരു ആശയമാണ്, ഇത് സ്വീകരിച്ച 100% സ്വീകരിച്ച കുറെ ആളുകളുണ്ട്. വർക്ക് ചെയ്യാൻ തയ്യാറുള്ള കുറെ ആളുകൾ മെമ്പർമാരുണ്ട്. ചില വിഷയങ്ങൾ സ്വീകരിച്ച ആളുകളുണ്ട്, പകുതി സ്വീകരിച്ച ആളുകൾ. അങ്ങനെയാണല്ലോ കണ്ടില്ലേ? കുത്തുബ അത് മലയാളത്തിൽ പറഞ്ഞ നമ്മൾ ഇവിടെയാണ് വരുന്നത്, മുജാഹിദ് പള്ളി, വേറെ പള്ളികളും വരില്ല. സ്ത്രീധനത്തിനെതിരെയുള്ള ഞങ്ങളുടെ പ്രവർത്തനം ഞങ്ങളും കൂടിത്തര എന്ന് പറയുന്നത്. ഇത് ഞാൻ പറയുന്നത്, മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ വേറെ ചിലർ വിചാരിക്കുമ്പോൾ ഈ സംഘടനയാണ് ഇസ്ലാം, ഈ സംഘടന അല്ലാത്ത അത് ഇസ്ലാം അല്ല, അങ്ങനെ പറയുന്നില്ല. ഒരേ ലക്ഷ്യത്തിലേക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒന്നിലധികം സംഘടനകൾ ഒരു പ്രദേശത്ത് നിന്ന് ഉണ്ടായാൽ പോലും പ്രശ്നമില്ല എന്നതാണ് ഇപ്പോൾ മുസ്ലിം ലോകത്തെ ചിന്തകന്മാരും പണ്ഡിതന്മാരും കാണുന്ന ഒരു നിരീക്ഷണം. അതിനവർ പറയുന്ന ഒരു ന്യായം എന്താണെന്നറിയോ? കുറെ കാലം കഴിയുമ്പോൾ ആളുകൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകുമല്ലോ. വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസം, സഹകരിച്ചു കൂടാത്ത അവസ്ഥയൊക്കെ. അവിടെ എന്ത് ചെയ്യും? പിന്നെ അവർക്കും വർക്ക് ചെയ്യല്ലേ? അപ്പൊ ഇതിനോട് ഏറ്റുമുട്ടാതെ മറ്റൊരു സിസ്റ്റം ഉണ്ടാക്കിയാൽ അവർക്കും വർക്ക് ചെയ്യാം എന്നതാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ പുനഃക്രമീകരണം നടന്ന ഉടനെ സൗദി അറേബ്യയിലെ മജ്ലിസുൽ ഖദാഉൽ അഅല എന്ന സ്ഥാപനത്തിന്റെ ഒരു വലിയ പണ്ഡിതൻ കേരളത്തിൽ വന്ന് ഈ വിഷയമൊക്കെ അന്വേഷിച്ച് പഠിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ വർക്ക് ചെയ്തോ? നിങ്ങളല്ല ഇനിയും ആരെങ്കിലും പുതിയ സ്ഥാപനങ്ങളും സംഘടനകളും ഉണ്ടാക്കി? കേരളം എത്ര വലുതാ, ഇന്ത്യ എത്ര വലുതാ, അപ്പൊ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ഏരിയകൾ ധാരാളം ഇവിടെ ഉണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ സത്യമായി തോന്നുന്ന ആശയം നല്ല നിലയിൽ സ്നേഹത്തോടുകൂടി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ദൗത്യം നിർവഹിച്ചു പോരുന്ന നമുക്ക് ഇടക്കാലത്ത് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായി. ആ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അത് ഇസ്ലാമിക ചരിത്രത്തിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു സന്തോഷമുള്ള കാര്യം, ഖുർആനും സുന്നത്തും എന്ന കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു ആശയമുണ്ട്.
മുജാഹിദും അല്ലാത്തവർക്കും അറിയാവുന്ന അത് ആ തെളിമയോടുകൂടി വൃത്തിയായി ശുദ്ധമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ബഹുമാനപ്പെട്ട CP വത്സലയുടെയും അതുപോലെ AK അമൂർത്തി സാഹിബിന്റെയും ഒക്കെ നേതൃത്വത്തിൽ പഴയ മുജാഹിദ് സംഘം അങ്ങനെ നിലനിൽക്കുന്നുണ്ട് എന്നതാണ്. അതൊരു ആശ്വാസമുള്ള കാര്യമാണ്. ഇവിടെ ഞാൻ വരുമ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തിരിച്ചു വരുന്നതും അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. നമുക്കതിനൊന്നും സമയമില്ല. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അതൊക്കെ കുറെ ആഭ്യന്തര പ്രശ്നങ്ങളും കുറെ തർക്കങ്ങളും വ്യക്തിപരമായ അധിക്ഷേപങ്ങളും ഒക്കെ നിറഞ്ഞതാണ്. നമുക്ക് പഴയ മുജാഹിദ് പ്രവർത്തകർക്ക് അതേ വിധത്തിൽ തന്നെ മുന്നോട്ട് പോകേണ്ട സമയമാണ്. ഈ സമയം നമ്മൾ ആലോചിക്കണം, എന്താ നമ്മുടെ ബാധ്യത? നമ്മുടെ ബാധ്യത വളരെ വലുതാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ബഹ്റൈനിൽ ചെന്നപ്പോൾ അവിടെ മുഴുവൻ മുസ്ലിം സംഘടനകളോട് കൂടിയിട്ട് പെട്ടെന്ന് ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എന്തിനാണെന്ന് പറയാം. ഇപ്പൊ അമേരിക്കയിൽ നബിസല്ലല്ലാഹു ഇസ്ലാമിനെതിരെ വിവാദമായ സിനിമ വന്നു. നേരത്തെ ഒരു കാർട്ടൂൺ ഡെൻമാർക്കിൽ നിന്ന് വന്നു. ഇങ്ങനെ ഓരോ ഉണ്ടാകുന്ന സമയത്ത് മുസ്ലിങ്ങൾ അല്ല, അങ്ങനെയല്ല പ്രവാചകൻ, ഇതല്ല ഇസ്ലാം എന്ന് ഒന്നിച്ചെന്ന് പറയാൻ കഴിയും. അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന ഒരു സമയമാണിത്. അത് തന്നെയാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വിഷയവുമാണ്. അവരെന്നോട് കുറിച്ച് ചോദിച്ചു. അവർക്ക് ചില മാധ്യമങ്ങൾ ഞാൻ പറഞ്ഞു, നമുക്കിടയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും മുസ്ലിങ്ങൾക്കിടയിൽ ഇന്നുണ്ട്, പണ്ടും ഉണ്ട്. പക്ഷേ ഒരാവശ്യം ഇതാണ് ഇസ്ലാം എന്ന് പറയാനുള്ള ഇതേമാണ് പ്രവാചകന് കാണിച്ചു കൊടുക്കാനുള്ള ആ ഒരു പോയിന്റിൽ നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിയവരും ഇനി ഒരുമിച്ച് കൂടാനുള്ളവരും ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ് എന്ന്. കേരളത്തിൽ നിങ്ങൾ നോക്കൂ, കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് പണ്ടുണ്ടായിരുന്നതിനേക്കാളേറെ അടുത്തു വരുന്ന ഒരുപാട് സാഹചര്യങ്ങളും ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. സർക്കാരിന്റെ മുമ്പിൽ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ എല്ലാ പ്രസ്ഥാനങ്ങളും ഒന്നിച്ചൊരു നേതാവിന്റെ മുമ്പിൽ പലപ്പോഴും സർക്കാരിന് മുമ്പിൽ എത്തുന്നുണ്ട്. അതുപോലെ റമദാനിലെ ഇഫ്താർ പോലുള്ള സന്തോഷകരമായ വേളകളിൽ ഈ ആളുകൾ പരസ്പരം ക്ഷണിക്കുകയും പോവുകയും സൽക്കരിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ കുറെ വർഷങ്ങളായി മാസപ്പിറവി കേരളത്തിൽ, പണ്ടൊക്കെ മാസപ്പിറവിയുണ്ടായിരുന്ന ഭിന്നതകളും വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇവ അങ്ങനെയല്ല, മാസം കാണാൻ സാധ്യത ഉള്ളതെന്നാണ്. ഇല്ലാത്തത് അവർക്ക് പരസ്പരം കൈമാറുന്നു. ഒരാൾക്ക് മാസപ്പിറവി വിവരം ലഭിച്ചാൽ അത് ആ സംഘടനയിൽ അല്ലാത്ത ആളുകളെ അറിയിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അത് ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ഇങ്ങോട്ട് നമ്മൾ ഉറപ്പിക്കാന്ന് പറയുന്നത്. ഇത്ര സമയമായി, രാത്രി 8 മണിയായി, ഇതുവരെ മാസം കെട്ടില്ല എങ്കിൽ ഇനി നമ്മൾ ഇനി മാസപ്പിറവി ഇല്ല എന്ന് പറഞ്ഞ് നമുക്ക് തീരുമാനമെടുക്കാം. ഇതൊക്കെ പരസ്പര കോർഡിനേഷൻ ഉണ്ട്. അപ്പൊ കേരളത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ വലിയ നിലയിലുള്ള കോർഡിനേഷനും ബന്ധങ്ങളും അതൊക്കെ നിലനിൽക്കുന്നുണ്ട്. എല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ പ്രശ്നങ്ങൾ എന്നതാണ് നാം കാണേണ്ടത്. അതുകൊണ്ട് തന്നെ മുസ്ലിം സംഘടനകൾ ഒന്നിച്ചു നിൽക്കുന്നതും ഒന്നിച്ചു പോകുന്നതും ഒന്നിച്ചു പറയുന്നതും അതിലൊന്നും ഇത് ഇന്റലക്ച്വൽ ലെവലിലുള്ള ഒരു ചർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഗുരുതരമായ ഒന്നിച്ചോട് നാശമായി എന്നും വിചാരിക്കേണ്ടതില്ല. അതായത് ബുദ്ധിതലത്തിൽ ദിശയോടുകൂടി പഠിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. അതാണ് നമ്മുടെ വേദികൾ. അതുകൊണ്ട് തന്നെ ആ മര്യാദയിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. വ്യക്തികൾ വരും പോകും, വ്യക്തികളിൽ നന്മയും തിന്മയും ഉണ്ടാകും, അബദ്ധങ്ങളും പാലിച്ചകളും വരും. ഒരുപക്ഷെ കണ്ണ് പറഞ്ഞു പോയത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് തിരുത്തി പറയും. എങ്കിൽ തന്നെ അതാണ് മുഖവിലേക്ക് എടുക്കേണ്ടത്. കാരണം ഇതൊരു ഒഴുക്കാണ്. ഈ ഒഴുക്കിൽ ഒരുപാട് വെള്ളം ഒഴുകിപ്പോകും, പക്ഷെ നദി പിന്നെയും നിലനിൽക്കുമല്ലോ. അപ്പൊ ഈ പ്രസ്ഥാനത്തിൽ പണ്ടുള്ളവർ മരിച്ചുപോയി, ഇപ്പോഴുള്ളവർ മരിച്ചുകൊണ്ടിരിക്കുന്നു, നാളെ ബാക്കിയുള്ളവരെ തീരും. അപ്പോഴും ഈ ഒഴുക്ക് തുടർച്ചയായി പോയിക്കൊണ്ടിരിക്കണമെങ്കിൽ അതിന് തടയിടാതെ അടയറ്റാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് പറയുമ്പോഴാണ് ഇനി എന്താണ് സാധ്യരാകുന്നത്. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം അതാണ് വേണ്ടതെന്നത് പ്രഖ്യാപിക്കാതെ എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ആദ്യകാലത്തെ ചരിത്രത്തിൽ ഇപ്പൊ വിദ്യാഭ്യാസമായാലും ഖുർആൻ പരിഭാഷയായാലും സ്ത്രീകളുടെ കയ്യെഴുത്ത് വിഷയമായാലും ഒക്കെ അത് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഒരു 10, 20, 25 കൊല്ലക്കാലത്തെ നമ്മുടെ ശക്തമായ പ്രവർത്തനം കൊണ്ട് അത് മാറ്റി പറയാതെ തന്നെ പ്രയോഗത്തിൽ സ്വീകരിച്ചു. അതുപോലെ തന്നെ വലിയ പണ്ഡിതന്മാർ, നമ്മുടെ വലിയ പണ്ഡിതന്മാർ പലരും രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു. ആദ്യം രാഷ്ട്രീയം കുറെ കൂടി നല്ല കാലം. അങ്ങനെ ഇത് സമ്പൂർണ്ണമല്ല ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ചില പ്രസ്ഥാനങ്ങൾ വന്നിരുന്നു. ആ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകൾക്ക് സർക്കാരിന് വോട്ട് ചെയ്യുന്നതും ജോലി ചെയ്യുന്നതും ഒക്കെ നിശ്ചിതമായിരുന്നു, തർക്കമില്ലാത്ത കാര്യമാണ്. അന്ന് നമ്മുടെ പണ്ഡിതന്മാർ
ബഹുമാനപ്പെട്ട KC അബൂബക്കർ മൗലവി പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമുക്ക് സർക്കാർ ഭരണ റേഷനിൽ വാങ്ങാം, പോരാട്ടത്തിൽ കടയിൽ വഴി വാങ്ങാം. സ്കൂളിൽ സർക്കാർ പഠിപ്പിക്കുന്ന വിഷയം പഠിക്കാം, ഇസ്ലാമും ദീനൊക്കെ നമുക്ക് വേറെ പഠിപ്പിക്കാം, ഇത് നിൽക്കണ്ട എന്നത് ആ ഒരു കാലത്തായിരുന്നു. പക്ഷെ ആ വിഭാഗത്തിന് നമ്മുടെ ലൈൻ ശരിയായിരുന്നു എന്ന് തോന്നിയത് 40 കൊല്ലം കഴിഞ്ഞിട്ടാണ്. 40 കൊല്ലം പാർട്ടി ഉണ്ടാക്കുന്നത് നോക്കൂ, ഇസ്ലാമിക് പാർട്ടി അല്ലല്ലോ, അതിൽ ആൾക്കാർ മുസ്ലിങ്ങളല്ലല്ലോ, പ്രാസംഗിക അധികവും മുസ്ലിങ്ങളല്ലോ. എന്ന് പറഞ്ഞാൽ കോൺഗ്രസും ലീഗും ജനതാ പാർട്ടിയും ഒക്കെ പോലൊരു പാർട്ടിയല്ലേ. ഇത് ഞാൻ പറഞ്ഞെന്താ പറയുക, ഏത് വിഭാഗമാണെങ്കിലും കേരളത്തിലെ മുജാഹിദ് പണ്ഡിതന്മാർ മുന്നോട്ട് വെച്ചിരുന്ന ഒരു രീതിയും രൂപവുമാണ് പ്രായോഗികവും വേണ്ടതും എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു വരുന്ന ഒരു സമയമാണ്. നമുക്ക് സന്തോഷമാണ്. കാരണം എന്താണെന്നറിയോ, അവർ മുജാഹിദുകളാകണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളോടുള്ള ഖുർആൻ നിങ്ങൾ വായിച്ചു പഠിച്ച് ജീവിക്കണമെന്നേ നമ്മൾ പറയുന്നുള്ളൂ. അല്ല ഞങ്ങളുടെ ഓഫീസിൽ വന്ന് ഈ ഖുർആൻ വാങ്ങിച്ച് നിങ്ങൾ പോയിട്ട് ഞങ്ങളോട് ചോദ്യങ്ങളൊന്നുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ മുജാഹിദ് പ്രവർത്തകർക്ക് ആലോചിച്ചാൽ വേണമെന്ന് വെച്ചാൽ ചെയ്യാവുന്ന ഒരു കാര്യം, ഇപ്പൊ അന്ധവിശ്വാസ അനാചാരം അതങ്ങനെ പോകും, അതിന്റെ പിന്നാലെ കയറിട്ട് പിടിച്ചാൽ നിൽക്കില്ല. കാരണം എന്താ വെച്ചാൽ അതിന്റെ പുറകിൽ ഒരുപാട് താല്പര്യങ്ങളുണ്ട്. നമുക്കൊന്നിച്ച് നിൽക്കാം. ഇപ്പോ സംഘടനയുടെ ആദർശം എന്ന നിലയ്ക്ക് തെളിമയോടുകൂടിയുള്ള ആ ആദർശം സൂക്ഷിച്ചു പോകുന്ന ഒരു ഔദ്യോഗിക വിഭാഗമാണ് ഇതിലേക്ക് പുറത്തുള്ള ആളുകളൊക്കെ വരാം. എല്ലാവർക്കും ഒന്നിച്ചു കൂടിയിട്ട് നമുക്ക് ഒന്നിച്ച് നിന്നാൽ ഇവിടെ പിന്നെ അന്ധവിശ്വാസം അനാചാരം അങ്ങനെ ഉണ്ടാവില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ മുജാഹിദ് പ്രസ്ഥാനമാണ് എന്ന് ആരും അംഗീകരിക്കുകയില്ല. ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ക്ലിയർ ആവാറുണ്ട്, നിലപാട് പറയാത്തത് കൊണ്ട് ഇതും ഒരു മുജാഹിദ് പ്രസ്ഥാനമാണ് അതും ഒരു മുജാഹിദ് സ്ഥാനമാണ് എന്ന് വരുന്നതാണ് പ്രയാസം. ചരിത്രം തീർന്നു പോകുമല്ലോ. കേരളത്തിലെ നവോത്ഥാന സംരംഭത്തിന്റെ ചരിത്രം എഴുതുന്ന ആളുകൾ അഹമ്മദാലി തങ്ങളുടെയും മത്തിത്തങ്ങളുടെയും അതുപോലെ ഹേമൂലിയുടെയും വക്കമ്മൂലി ആ കാലമൊക്കെ പറഞ്ഞു വരുമ്പോ അങ്ങനെ പറഞ്ഞു വരുന്ന ഒരു വലിയ ചരിത്രമാണ് ഇതിനുള്ളത്. ഒരു നവോത്ഥാനം, ഒരു വെളിച്ചം, ഒരു പുരോഗമനം, ഒരു ശാസ്ത്രബോധം അകത്തിന്റെ അടിസ്ഥാനത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെയുള്ള വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു സംരംഭം, അതൊരു വലിയ ചരിത്രമാണ്. കേരള മുസ്ലിം ഐക്യസംഘത്തിന്റെയും കേരള ജമിയത്തുകളുടെയും അതിനൊന്ന് നിഷ്പക്ഷ സംഘത്തിന്റെയും ഒക്കെ ചരിത്രം എഴുതിയ മുസ്ലിങ്ങളല്ലാത്ത ചരിത്രകാരന്മാരും വേണ്ടി അവരിൽ പറയാനും ഇത് മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായ നവോത്ഥാന സംരംഭം എന്ന് എനിക്കാണ് പറഞ്ഞത്. ഇപ്പോ നവോത്ഥാനം എന്ന് പറയുന്നത് തന്നെ സലഫി മൻഹജിനെതിരാകുമോ എന്ന ആലോചനയാണ്. മനസ്സിലായി? അങ്ങനെ പറയാൻ തന്നെ പാടുമോ എന്ന ആലോചനയാണ് വരുന്നത്. അത് ചരിത്രം തീർന്നു പോകുമായിരുന്നു. ഒരു ചരിത്രം തീർന്നു പോകാതെ അതിന്റെ ആ ചരിത്രത്തിന്റെ പിന്തുടർച്ച നിലനിർത്തി പോരാൻ ഇങ്ങനെയൊരു സംഘം ഔദ്യോഗികമായ, ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഔദ്യോഗിക വിഭാഗം എന്ന നിലയിൽ അതിലേക്ക് ഒറ്റപ്പെട്ട് നിൽക്കുന്നവരും ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി വരുന്ന ആളുകളും ഒക്കെ തിരിച്ചു വരണം. അനുഷ്ഠാന തീവ്രത മതരംഗത്തുള്ള ഏത് തീവ്രതയേക്കാളും വലുതാണ്. കാരണം അനുഷ്ഠാന തീവ്രതയും പെരുമാറ്റത്തിലെ ആളുകൾക്ക് എന്നെ തോന്നുന്നത് പെരുമാറ്റത്തിലെ തീവ്രത മാത്രമാണ് തീവ്രത അല്ല. ആരാധന രംഗങ്ങളിൽ പോലും നമുക്കറിയാമല്ലോ, രാത്രി മുഴുവൻ നമസ്കരിക്കുമെന്ന് പറഞ്ഞാൽ, എല്ലാ ദിവസവും നോമ്പെടുക്കുമെന്ന് പറഞ്ഞാൽ, വിവാഹത്തിന് വേണ്ടി വൈവാഹിക ജീവിതം വേണ്ടെന്ന് വെക്കുമെന്ന് പറഞ്ഞ ആളുകൾ തീവ്രമായ അനുഷ്ഠാനബോധമുള്ളവരായിരുന്നു. അവരെ വിളിച്ചിട്ടാണ് ചിലവ് പറഞ്ഞത്, അല്ല ഇങ്ങനെയൊന്നുമല്ല, എന്നെ നോക്കുന്നു, ഞാൻ വിവാഹിതനാണ്, ഞാൻ രാത്രി ഉറങ്ങുന്നു, രാത്രി എഴുതി നമസ്കരിക്കുന്നു, പല ദിവസങ്ങളിൽ നോമ്പെടുക്കുന്നു, പല ദിവസങ്ങളിൽ നോമ്പെടുക്കാതിരിക്കുന്നു, ഇതാണ് എന്റെ സുഖത്തെ. അതുകൊണ്ട് ഈ സുഖത്തെ ഇഷ്ടപ്പെടാത്തവൻ എന്റെ കൂട്ടത്തിലല്ല എന്ന് മിതത്വമുണ്ട്. എല്ലാത്തിനും ഒരു മിതത്വമുണ്ട്. ഉമ്മത്തും വസത്താണ്. ആ ഉമ്മത്തും വസത്ത് എന്ന രൂപം നമ്മുടെ രാജ്യം ഒരു സെക്യുലർ രാജ്യമാണ്, ബഹു മതമുള്ള മതങ്ങളുള്ള ഒരു രാജ്യമാണ്, ബഹുസ്വരതയിലുള്ള പ്രദേശമാണ്. നമുക്ക് ഇവിടെ ഈ നാടിന്റെ പ്രത്യേകതകൾ, ഇവിടുത്തെ നിയമങ്ങൾ, ഇവിടുത്തെ സാധ്യതകൾ, ഇവിടുത്തെ സാധ്യതയില്ലായ്മകൾ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഈ രാജ്യത്തെങ്ങനെ പ്രവർത്തിക്കണം എന്നതിന് നമ്മുടെ പണ്ഡിതന്മാർ നേരത്തെ തന്നെ ഇജ്തിഹാദ് നടത്തിയിട്ടുള്ളത്. ആ ഇജ്തിഹാദ് ഈ സാഹചര്യമല്ലാത്ത ഒരു സാഹചര്യത്തിൽ പണ്ഡിതന്മാർ ഇജ്തിഹാദ് നടത്തിയാൽ ഒരുപക്ഷെ ശരിയല്ല എന്ന് പറയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്റെ അഭിപ്രായത്തിൽ ഇസ്ലാഹി ആദർശമുള്ള പഴയ കാലത്തെ ഇസ്ലാഹി പ്രവർത്തനം മുന്നോട്ട് വെക്കാൻ ആ ആദർശമുള്ള മുഴുവൻ ആളുകളും ഒന്നിച്ചു വരേണ്ട സമയമാണ്. അതിന് അവർക്ക് യാതൊരു നിബന്ധനയുമില്ലാതെ ഈ സംഘത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാനുള്ള സൗകര്യമുണ്ടാകും എന്ന് ഈ നേതൃത്വത്തെ മുൻനിർത്തി ഞാൻ പറയുകയാണ്. മറ്റൊരു കാര്യം ഞാൻ സൂചിപ്പിച്ചാൽ,
മുസ്ലിങ്ങൾ മുജാഹിദ് പ്രവർത്തകർക്കിടയിൽ തന്നെ അവർക്കിടയിൽ ഉണ്ടാകേണ്ട മര്യാദകളും അഭിപ്രായ വ്യത്യാസങ്ങളെ കാണാനും ഉൾക്കൊള്ളാനുള്ള ആ നിലവാരവും ഉണ്ടാകണം. ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും പ്രശ്നങ്ങളിൽ ഇത് ഇസ്ലാമിന്റെ പ്രശ്നമാണ്, ഇത് മുസ്ലിങ്ങളുടെ പ്രശ്നമാണ് എന്ന നിലയിൽ ഒന്നിച്ചു നിൽക്കേണ്ട എല്ലാ സന്ദർഭങ്ങളിലും ഒന്നിച്ചു നിൽക്കേണ്ടതാണ്. ബഹുസ്വരത നിലനിൽക്കുന്ന പ്രദേശത്ത് പ്രത്യേകിച്ചും ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മനുഷ്യന്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ നമുക്കറിയാം, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാലം മുതൽ മറ്റ് പലരും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്തവരുമായ ആളുകളുടെ കൂടെ സാംസ്കാരിക രംഗങ്ങളിൽ, സാഹിത്യ രംഗങ്ങളിൽ, പത്രപ്രവർത്തന രംഗങ്ങളിൽ, മനുഷ്യോപകാരപ്രദമായ രംഗങ്ങളിൽ, രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ തന്നെ ഒന്നിച്ചു നിന്ന് എനിക്ക് എന്റെ മതം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം എന്ന ലഘുക്കും വലിയത് എന്ന ആ വിശാലമായ ആശയം ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിച്ചവരാണെന്ന്. അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും വർഗീയവാദിയാവാൻ പാടില്ല. നമുക്കൊരിക്കലും വർഗീയതയെ ചിന്തിക്കാൻ സാധ്യമല്ല. ഇപ്പോൾ നാട് നീങ്ങുന്നത് വർഗീയമായി ചിന്തിച്ചുകൊണ്ടാണ്, വർഗീയമായി ചിന്തിച്ചുകൊണ്ട്. സുപ്രീം കോടതി ഇപ്പൊ അടുത്ത് പറഞ്ഞ ഒരു വിധി പറഞ്ഞല്ലോ, മൈ നെയിം ഈസ് ഖാൻ, ഐ ആം നോട്ട് എ ടെററിസ്റ്റ് എന്ന സിനിമ അത് ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞില്ല. ഒരാളുടെ പേരോ ജാതിയോ നോക്കി അവർക്കെതിരെ തീരുമാനമെടുക്കാൻ പാടില്ല എന്ന്. അതുപോലെ തന്നെ ഗുജറാത്ത് ഇഷ്യൂവിൽ വന്നിട്ടുള്ള ഒരു കോടതി അതിലും സൂചിപ്പിച്ചിട്ടുള്ള കാര്യം ഇത് തന്നെയാണ്. അതൊക്കെ എന്തിനാണ് സൂചിപ്പിക്കുന്നതെന്ന് അറിയാം. ബഹുസ്വരത നിലനിൽക്കുന്ന രാജ്യത്ത് അവനവന്റെ മതം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അന്യന്റെ അഭിപ്രായത്തോട് അങ്ങേയറ്റത്തെ സഹകരണവും സ്വാതന്ത്ര്യവും അനുവദിച്ചുകൊണ്ടുള്ള മനുഷ്യൻ എന്ന നിലയ്ക്ക് പരിഗണനയിൽ ആളുകൾ ജീവിക്കണം എന്നതാണ്. അതും തീവ്രമാവുകയാണ്. ആളുകൾ പരസ്പരം സംസാരിക്കുന്നതും സുതാര്യം പറയുന്നതും അന്യരെ സൽക്കരിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും അതുപോലും എന്റെ മതം, എന്റെ രാഷ്ട്രീയം, അതിൽ തന്നെ എന്റെ ഗ്രൂപ്പ് എന്ന നിലക്കായിപ്പോയാൽ പിന്നെ ഇവിടെ എന്താ നിലനിൽക്കുക? സമാധാനമില്ലാത്ത ഒരു പ്രദേശത്ത് ഇതൊന്നും നിലനിൽക്കില്ലല്ലോ. സമാധാനം ഒരു വിഷയമല്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കഅബാലയം നിർമ്മിച്ച ശേഷമുള്ള പ്രാർത്ഥനയിൽ പോലും റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, പടച്ചവനേ ഈ നാട് സമാധാനമുള്ള നാടാക്കണേ എന്ന് ദുആ ചെയ്തു. മാത്രമല്ല ആ നാട്ടിലെ ആളുകൾക്ക് ഭക്ഷണം കിട്ടാൻ നാട്ടിലെ മനുഷ്യർക്ക് ഭക്ഷണം കിട്ടാൻ അദ്ദേഹം ദുആ ചെയ്തു. നബി ഇതൊക്കെ ചെയ്യുന്നത് അദ്ദേഹത്തിന് അവിടെ ഇരുന്നിട്ട് ദീൻ പഠിപ്പിച്ചാൽ പോലെ എന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹം ആഗ്രഹിക്കുന്നത് ആ നാട്ടിൽ ക്ഷേമവും സമാധാനവും സുഭിക്ഷതയും ഉണ്ടാകുമെന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ദുആ ചെയ്തത്. അതൊക്കെ ദീനിന്റെ ഭാഗങ്ങളാണ് എന്ന നിലയിൽ തന്നെ കാണുന്നവരാണ് നമ്മൾ. അപ്പൊ സൗഹാർദ്ദം നിലനിൽക്കണം, സഹിഷ്ണുത നിലനിൽക്കണം, സമാധാനം നിലനിൽക്കണം, സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. അങ്ങനെയൊക്കെ നമ്മൾ അവസരം ഉണ്ടാക്കിയാൽ അവിടെ മതവും നിലനിൽക്കും. അല്ലെങ്കിലോ മതം നിലനിൽക്കില്ല. ഇവിടെ നോക്കൂ, നമ്മളിപ്പോ ഇവിടെ ഒരുമിച്ചു കൂടി ഈ റോഡിലൂടെ വാഹനങ്ങളോടും ഈ കടകളൊക്കെ തുറന്നു വെച്ചിരിക്കും. നമ്മളുടെ പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ വന്നിരിക്കുന്നു. ഇങ്ങനെ ചെയ്യാൻ കഴിയാത്ത പല നാടുകളിലും ഉണ്ടല്ലോ, പല നാടുകളുമുണ്ട്. ഇന്ത്യയിൽ തന്നെ പല പ്രദേശങ്ങളിലും ഒരുമിച്ച് കൂടാൻ വയ്യ, കാരണം അവിടെ കർഫ്യൂവാണ്. അപ്പൊ സമാധാനമില്ലെങ്കിൽ സമ്മേളനങ്ങളില്ല, സ്കൂൾ തുറക്കാൻ കഴിയില്ല, കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടാവില്ല, റോഡിൽ വാഹനങ്ങളില്ല. അതുകൊണ്ട് തന്നെ സമാധാനം എന്നത് ഒരു വലിയ വിഷയമായി നമ്മൾ കാണും. മനുഷ്യന്റെ മഹത്വം അത് ഉന്നതമാണ് എന്നതിനൊക്കെ നമ്മൾ അംഗീകരിക്കണം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതുപോലെ മാന്യമായ നിലയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിൽ മുണ്ടിയ നിലയിൽ ഇനി അതല്ലെങ്കിൽ എന്താ അഭിപ്രായം, ഇത് നിങ്ങളുടെ അഭിപ്രായം, അതും അങ്ങനെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാനും അവിടെയൊക്കെ തന്നെ കൃത്യമായ സമീപനം വ്യക്തമാക്കി കൊടുക്കാനുള്ള ഒരു രീതി നമ്മൾ ശീലിക്കണം. ഇൻഷാ അല്ലാഹ് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ആദർശം അത് വറ്റിക്കൊണ്ടില്ലായിരുന്നു, അത് ഉയർന്നു വരുന്നു. അതിൽ ഇടക്കാലത്ത് പ്രതിസന്ധി ഉണ്ടാക്കിയ ആളുകളെ സ്വയം ആളുകൾ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയും ശുഭപ്രതീക്ഷയും കഴിഞ്ഞ കാലഘട്ടങ്ങളിലേക്കാളേറെ മുന്നോട്ട് നടന്ന് കയറാനുള്ളത് ഇനിയും വളരെ കൂടുതലുണ്ട്. അതിന് നമ്മൾ സജ്ജരാകണം ആണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നാം കോഴിക്കോട്ട് നടത്തിയ വനിതാ സമ്മേളനം, NGF സമ്മേളനം കേരളത്തിൽ അത്തരത്തിൽ ഒരു പുതുമയോടുകൂടി നടത്തപ്പെട്ട അത് കേരളത്തിലെ സ്ത്രീകളെയും പുരുഷന്മാരെയും ഭരണാധികാരികളെയും സാംസ്കാരിക രംഗത്തുള്ളവരെയും എങ്ങനെയാണ് ഒരു മുസ്ലിം സ്ത്രീ എന്നത് വരച്ചു കാണിച്ചു കൊടുത്തതാണ്. ഇനി നമ്മൾ MSN സമ്മേളനം വരുന്നു എറണാകുളം.
പിന്നീട് ISMന്റെ സമ്മേളനം വരുന്നു പാലക്കാട്. ഇപ്പൊ ഈ ആഴ്ചയിൽ തന്നെ മുസ്ലിം ഐക്യസംഘത്തിന്റെ 70-ാം വാർഷികം, അത് 90-ാം വാർഷികം, അതുണ്ടായ എരിയാട് വെച്ച് കൊടുങ്ങല്ലൂരിൽ നടത്തുകയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ പ്രവർത്തനവുമായി ഇങ്ങനെ പോവുകയാണ്. അതിനോടനുബന്ധമായ പ്രചരണങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. ഇസ്ലാമിക പ്രബോധന രംഗത്ത് നമ്മൾ പാലിക്കേണ്ട എല്ലാ മര്യാദകളും ചിട്ടകളും പാലിച്ചുകൊണ്ട് ദീനായി നിലനിൽക്കുന്ന വിധത്തിൽ ദീനിന്റെ പ്രവർത്തനങ്ങൾ മൂലം ഈ ദീൻ ഉൾക്കൊണ്ട ആളുകൾക്കോ ഉൾക്കൊണ്ടിട്ടില്ലാത്ത ആളുകൾക്കോ മുസ്ലിങ്ങൾക്കോ മുസ്ലിങ്ങൾ അല്ലാത്തവർക്കോ ഒരു ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ഇസ്ലാമിനെ പറ്റി അവമതിപ്പും ഇസ്ലാമിക പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പുച്ഛവും വരാത്ത വിധത്തിൽ മാന്യമായ അന്തസ്സുള്ള വിധത്തിലാണ് ഇസ്ലാമിക പ്രബോധനം എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മളാണ്. ആ നിലയിലുള്ള ഒരു പരിപാടി എന്ന നിലയിൽ ഇതിൽ പങ്കെടുത്തതിന് എനിക്ക് പ്രത്യേകം നന്ദിയുണ്ട്. ക്ഷണിച്ചതിന് ഞാൻ എന്റെ നന്ദി പ്രകാശിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാർഗത്തിൽ മുന്നോട്ട് പോകുവാനുള്ള കഴിവും ശേഷിയും നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.